ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്കായിട്ട് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്നു. ദൈവമായ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവത്തിന്റെ വലിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ COVID-19 രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഒരു ലോക്ക്ഡൌണിലൂടെ ഞങ്ങൾ കടന്നുപോയി. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഗവൺമെന്റ് ക്രമീകരണം അനുസരിച്ച് ലോക്ക്ഡൌണിന്റെ അവസാന നാളാണല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ദിവസത്തിൽ അങ്ങേ ആരാധിപ്പാൻ അവിടുത്തെ സന്നിധിയിലേക്ക് ഭവനങ്ങളിൽ ചേർന്ന് വരുന്നു. നിന്റെ കൃപ ഞങ്ങൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കുകയും കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണം. ഞങ്ങളുടെ ആരാധന നിനക്ക് പ്രസാദകരമായി തീരണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 19ാമത്തെ കീർത്തനം പാടി നമ്മുടെ ആരാധന ആരംഭിക്കാം. കീർത്തനം 19, ഹിം നമ്പർ 19. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ മൗനമായി ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാറുള്ള ആളുകളെ പോലെ എന്റെ വഴി തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെ, മോഹങ്ങളെ ഏറ്റവും മനസ്സിലാക്കിയിരിക്കുന്നു. ഞങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ ഞങ്ങളോട് കരുണയുണ്ടാകണം. ദൈവമേലേക്ക് ക്ഷമിക്കണം. ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തു മൂലം അനുദപിക്കുന്നവരെ വീണ്ടും കഴിക്കണമേ. മഹാകരുണയുള്ളതാവേ, നിന്റെ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ സുഖത്തോട് നടക്കേണ്ടതിന് ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇപ്പോൾ ഒന്നാം പാഠം വായിച്ചു കേൾക്കാം. ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 40 വേഴ്സസ് 34 to 38. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു.
മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിയരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 23-ാം സങ്കീർത്തനം. സാം 23. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ഇന്നേക്ക് രണ്ടാം പാഠമായി നിശ്ചയിച്ചിരിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Today's second gospel is taken from Philippians 3:8-16. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്യണം എന്ന് എഴുതുന്നു. ഞാൻ ക്രിസ്തു യേശുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതുമാകുന്നു, മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ തിരിഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഇവിടെ പാഠം അവസാനിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ 33-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24 verses 13-33. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ, നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി
അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർക്കുവാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. നാം കേട്ടത് ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ജ്ഞാനകീർത്തനങ്ങളിൽ 402 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 402. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾ വചനധ്യാനത്തിന് ഒരുങ്ങുമ്പോൾ കർത്താവെ, ഈ ആഴ്ചയിലേക്ക് വേണ്ട അവിടുത്തെ വചനം നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിന്റെ പ്രതിസന്ധികളിൽ, ഭാരങ്ങളിൽ വല്ലാതെ വാടിത്തളർന്നു പോകുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവെ, നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ,
അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ചിന്തകളും ധ്യാനങ്ങളും എപ്പോഴും നിനക്ക് മാത്രം പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സഭയായി നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ലഭ്യമായിരിക്കുന്ന വിഷയം ദൈനംദിന ജീവിതത്തിൽ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവുമായുള്ള സംസർഗം, കമ്മ്യൂണിയൻ വിത്ത് റിസൺ ക്രൈസ്റ്റ് ഇൻ ഡെയിലി ലൈഫ്. ഈ ദിവസങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മനുഷ്യ ജീവിതവുമായുള്ള വിവിധ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് നാം കടന്നു പോകുന്നതായ ഈ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ തളർന്ന ജീവിതങ്ങളെ എപ്രകാരം ബലപ്പെടുത്തുന്നു എന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിക്കുന്നത്. ഇന്ന് നാം വായിച്ച പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ, 23-ാം സങ്കീർത്തനം, ഫിലമോൻ എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 24 മുതൽ 24-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഒക്കെ മനുഷ്യ ജീവിതത്തിലെ ദൈവ ഇടപെടലുകളെ കുറിച്ചും മനുഷ്യ ജീവിതത്തിലെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുമാണ് നമ്മോട് സംസാരിക്കുന്നത്. അത്തരത്തിലാണ് നാം അത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇഴുകിച്ചേർന്ന ഒരു വിഷയമാണ് നാം ധ്യാനിക്കുന്നത്. ഒരു കഥ ഒരുപക്ഷെ നിങ്ങളോട് മുൻപേ പങ്കുവച്ചിട്ടുള്ളതായിരിക്കാം. പ്രകാരം കേൾക്കുവാനായിട്ടിടയായി. ഒരു വലിയ പള്ളി, ആ പള്ളിയിൽ 2 കപ്പ്യാരന്മാരുണ്ട്. ഒന്നാമത്തെ ജൂനിയർ കപ്പ്യാറിന്റെ പേര് ചാക്കോ എന്നാണ്, സീനിയർ കപ്പ്യാറിന്റെ പേര് പൈലി എന്നാണ്. ഈ ദേവാലയത്തിൽ ഒരു നേർച്ച ഭണ്ഡാരമുണ്ട്. ആളുകൾ നേർച്ച ഭണ്ഡാരത്തിൽ പൈസ ഇടും. അവിടുത്തെ സീനിയർ കപ്പ്യാരായിരിക്കുന്ന പൈലി അച്ചായന് കുഴപ്പമുണ്ട്. പൈലി അച്ചായൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഭണ്ഡാരത്തിൽ നിന്ന് ഇറുക്കിലൊക്കെ ഇട്ട് പൈസ എടുക്കുന്ന ഒരു പതിവുണ്ട്. ഇത് ജൂനിയർ കപ്പ്യാരായ ഈ ചാക്കോ കപ്പ്യാർക്ക് വളരെ വ്യക്തമായി അറിയാം. അങ്ങനെ ഇരിക്കെ ഈ ചാക്കോ കപ്പ്യാര് ഈ സീനിയർ കപ്പ്യാരെ ഒന്ന് നിയന്ത്രിക്കണമല്ലോ. എന്താണ് ഒരു വഴി? അയാൾ പറഞ്ഞാൽ കേൾക്കില്ല, ജൂനിയർ അല്ലേ, പറഞ്ഞാൽ കേൾക്കില്ല എന്നറിയാം. അതുകൊണ്ട് എങ്ങനെ ഈ മനുഷ്യനെ ഒന്ന് സ്വാധീനിക്കാം എന്ന് വിചാരിച്ച് ഒരു ദിവസം ഈ ഇർക്കിലുമായിട്ട് പൈസ എടുക്കാൻ നമ്മുടെ സീനിയർ പൈലിയാശാൻ വരുന്ന സമയത്ത് ഈ ജൂനിയറായ ചാക്കോ കപ്പ്യാർ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ഒരു ഉണ്ണീശോടെ ഒരു ചെറിയ ഒരു പടമുണ്ട്. ആ പടത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ അതിന് പുറകിലായി ഒളിച്ചു നിന്നുകൊണ്ട് പൈസ എടുക്കാൻ വന്ന പൈലിച്ചേട്ടനോട് പറഞ്ഞു, പൈലിച്ചേട്ടൻ ചെയ്യുന്നത് വളരെ മോശമല്ലേ. പൈലിച്ചേട്ടൻ നോക്കിയപ്പോൾ ഉണ്ണീശോയാണ് സംസാരിക്കുന്നത്. പൈലിച്ചേട്ടൻ പറഞ്ഞു, കൊച്ചു പിള്ളേര് ഈ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടില്ല. കൊച്ചുകുട്ടികൾ, ഉണ്ണീശോ കൊച്ചുകുട്ടിയാണ്, കൊച്ചുകുട്ടികൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് ഇല്ല എന്ന് പറയും. സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ പ്രായമുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഈ കഥ പറയാനായിട്ട് ശ്രമിച്ചത് നമ്മുടെ ദൈനംദിന ജീവിത യാത്രയിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമ്മൾ നമ്മുടെ കർത്താവിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കർത്താവിന് പ്രവേശനമില്ലാത്ത ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കാറുണ്ട്. ഈ പൈലിച്ചേട്ടൻ ഉണ്ണീശോട് പറയുന്നത് പോലെ കൊച്ചു പിള്ളേർക്ക് പ്രവേശിക്കേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് പ്രവേശനമില്ലാത്ത ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കാറുണ്ട്. ഭക്തർ എന്ന് പറയുന്ന വിഭാഗം ഒത്തിരി കൂടുതലും, എന്നാൽ ഭക്തി വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത്. ഇത് കൂടി ഞാൻ പറയാം. ഭക്തർ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്തിൽ ഭക്തി വളരെ കുറഞ്ഞു വരുന്നതായ ഒരു അനുഭവം. നാം എല്ലാവരും അവകാശപ്പെടാറുണ്ട്, വി ആർ ക്രിസ്ത്യൻസ്, നമ്മൾ ക്രിസ്ത്യാനികളാണ്. ബട്ട് ആർ വി റിയലി വിത്ത് ജീസസ് ക്രൈസ്റ്റ്? നമ്മൾ യഥാർത്ഥമായിട്ട് യേശുവിനോട് കൂടെയാണ്. ഇന്ന് ഈ തീം നാം ധ്യാനിക്കുമ്പോൾ, കമ്മ്യൂണിയൻ വിത്ത് റിസൺ ക്രൈസ്റ്റ് ഇൻ ഡെയിലി ലൈഫ് എന്ന വിഷയം നാം ധ്യാനിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആർ വി റിയലി വിത്ത് ജീസസ് ക്രൈസ്റ്റ്? നാം പള്ളിയിൽ പോകുന്നുണ്ട്, സ്തോത്രകാഴ്ച ഇടുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലം ഒഴിവാക്കി നിർത്തി നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, സ്തോത്രകാഴ്ച ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
പക്ഷേ ഈ ആരാധനയ്ക്ക് ശേഷം എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ദേവാലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവിനെ ദേവാലയത്തിൽ ഇരുത്തിയിട്ട് പോകാനാണ് പലപ്പോഴും നമുക്ക് താല്പര്യം. ഞാൻ ഇനിയും വന്ന് നിന്നെ കണ്ടുകൊള്ളാം. പക്ഷേ എൻ്റെ ഡെയിലി ലൈഫ്, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഈ കർത്താവിന് എത്രത്തോളം സാന്നിധ്യം, എത്രത്തോളം പ്രവേശനം നാം കൊടുത്തിട്ടുണ്ട്? കർത്താവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ്. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ദൈവത്തിന്റെ സ്വഭാവം വേദപുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ, ഇന്ന് വായിച്ച പുറപ്പാട് പുസ്തകത്തിലാണെങ്കിൽ എപ്പോഴും നാം കാണുന്നതായ ഒരു ചിത്രം എന്ന് പറയുന്നത് മനുഷ്യനോട് കൂടെ വസിക്കുവാൻ, മനുഷ്യനോട് കൂടെ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവം. അപ്പോ ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നാം ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നാം ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ? ക്രിസ്തു ഈ ലോകത്തിൽ എന്നോടൊപ്പം എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വേണമെന്ന് എനിക്ക് യഥാർത്ഥമായ ആഗ്രഹമുണ്ട്. പുനരുത്ഥാനം അല്ലെങ്കിൽ റിസറക്ഷൻ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു സംഹിതയാണ്, ഒരു ഡോക്ടറിനാണ്, ഒരു വിശ്വാസമാണ്. എന്നാൽ ഈ പുനരുത്ഥാനം ചെയ്ത കർത്താവിന് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഓപ്പൺ ആക്കുവാൻ, തുറന്നു കൊടുക്കുവാൻ, എല്ലാ മേഖലകളും ഈ റിസൺ ലോർഡോട് ചേർന്നായിരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ ഒക്കെ കുറെ കൂടെ റിഫൈൻ ചെയ്യപ്പെടേണ്ടതില്ലേ എന്ന് നാം ധ്യാനിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിന് ഇന്ന് നമ്മൾ വായിച്ചതായ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, ശിഷ്യന്മാരുടെ എമ്മോസിലേക്കുള്ള യാത്ര. ആ വേദഭാഗത്ത് നിന്നുകൊണ്ട് 2-3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് ഇന്നത്തെ നമ്മുടെ വചനധ്യാനം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു യാത്രയാണ് നമ്മുടെ ജീവിതമാകമാനം, ഒരു യാത്രയായി നമുക്ക് പരിഗണിക്കാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയായിട്ട് നാം മനസ്സിലാക്കാറുണ്ട്. ഇവിടെ ഈ ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്നും എമ്മോസിലേക്കുള്ള ഒരു യാത്രാമധ്യയാണ്. ഒന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ശിഷ്യന്മാരുടെ യാത്രയുടെ ലക്ഷ്യത്തെ പറ്റിയാണ്. ലക്ഷ്യം തെറ്റിയതായ യാത്രയായിരുന്നു ഈ ശിഷ്യന്മാരുടെ യാത്ര എന്ന് പറയുന്നത്. ലക്ഷ്യത്തെ പറ്റി വ്യക്തതയില്ലാത്തതായ ശിഷ്യന്മാർ, ലക്ഷ്യം തെറ്റിയതായ യാത്ര. ക്ലാരിറ്റി അബൌട്ട് അവർ ഡെസ്റ്റിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ജീവിത യാത്രയിൽ നാം എവിടേക്കാണ് പോകേണ്ടത് എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കിയിരിക്കണം. യെരൂശലേമിൽ നിന്നും എമ്മോസിലേക്കുള്ള ഈ ശിഷ്യന്മാരുടെ യാത്ര, അതിനെ നമ്മളെ ഓർപ്പിക്കുന്ന 7 നാഴിക ദൂരം അല്ലെങ്കിൽ 13 കിലോമീറ്റേഴ്സ് യാത്ര. ലക്ഷ്യം തെറ്റിയതായ യാത്രയാണ്. എന്തിനാണ് ഇവർ പോകുന്നത് എന്ന് അവിടെ പറയുന്നില്ല. എന്തിനു വേണ്ടിയാണുള്ള യാത്ര എന്ന് വ്യക്തമാക്കുന്നില്ല. ലൂക്കൻ സുവിശേഷത്തിൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെയാണ് അവർ ഈ യാത്ര നടത്തുന്നത്. അവര് ഈ ഉയർപ്പിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ ശിഷ്യന്മാർ, വാടിയ മുഖത്തോടു കൂടിയ ശിഷ്യന്മാർ, അവരുടെ കാര്യം സാധിക്കാതെ പോകുമ്പോഴുള്ള പ്രയാസത്തിലുള്ള ശിഷ്യന്മാർ, ഇതൊക്കെ ഈ യാത്രയ്ക്ക് ഒരു പക്ഷേ അവരെ പ്രേരിപ്പിച്ചിരിക്കാം. എന്തായാലും യെരൂശലേമിൽ നിന്നും 7 നാഴിക അകലെയുള്ള എമ്മോസിലേക്കുള്ള ഒരു യാത്രയിലാണ് ഈ ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിച്ച ഇടത്തേക്കുള്ള യാത്രയിലായിരുന്നില്ല എന്ന് നമുക്ക് പിന്നീടുള്ള വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എവിടെയായിരുന്നു അവർ? യെരൂശലേം. ആ യെരൂശലേമിൽ നിന്നാണ് അവരെങ്ങോട്ടേക്ക് പോകുന്നത്? എമ്മോസിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. യെരൂശലേം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിന് ക്രൂശിച്ചതായ ഇടമാണ്. തന്റെ പ്രിയപ്പെട്ട ഗുരുവിനെ ക്രൂശിച്ചതായ ഇടമാണ്. അവന് ജീവൻ നഷ്ടപ്പെട്ടതായ ഇടമാണ് യെരൂശലേം എന്ന് പറയുന്നത്. യെരൂശലേം എന്ന് പറയുന്നത് തന്റെ ഗുരുവിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഗുരുവിന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ട ഇടമാണ് ഈ ജെറുസലേം എന്ന് പറയുന്നത്. ക്രൂശ് കർത്താവിന് നൽകിയ ഇടമാണ്. ദൗത്യം നിറവേറ്റിയതായ ഇടമാണ്. വേദനയുടെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും മരണത്തിന്റെയും ഇടമാണ് ഈ യെരൂശലേം എന്ന് പറയുന്നത്. ഗുരുവിന് ഈ അനുഭവങ്ങൾ സമ്മാനിച്ചതായ യെരൂശലേം തങ്ങൾക്കും കരുതി വെച്ചിരിക്കുന്നത് ഇതുതന്നെയാകാം എന്നുള്ള ചിന്തയായിരിക്കാം ഒരുപക്ഷെ അവരെ ഈ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, എന്നെ കേൾക്കുന്ന ഹോളിട്രിനിറ്റി ഇടവകയിലെ പ്രിയപ്പെട്ട വിശ്വാസികളെ, കർത്താവായ യേശുക്രിസ്തുവിന് കുരിശ് നൽകിയതായ, കർത്താവായ യേശുക്രിസ്തുവിന് മരണവും വേദനയും നൽകിയതായ യെരൂശലേമിനെ ഉപേക്ഷിച്ച് പോകുവാനല്ല അവന്റെ ശിഷ്യന്മാരായ നമുക്ക് അവൻ നൽകിയിരിക്കുന്ന ക്ഷണം എന്ന് പറയുന്നത്. മറിച്ച് കർത്താവ് പറഞ്ഞു,
ഞാൻ വരുവോളം ഈ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ പറഞ്ഞുവെങ്കിൽ അവൻ അനുഭവിച്ചതായ അതേ പാനപാത്രത്തിന്റെ ഓഹരിക്കാരായിട്ടാണ് അവൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുന്നത്. സുഖലോലുപതയുടെയും ആഡംബരത്തിന്റെയും അനുഭവങ്ങളിലേക്കല്ല കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്, മറിച്ച് നമ്മുടെ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നതും ഈ കുരിശ് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാത്ര കുരിശിലേക്കായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും യാത്രയും അവൻ എന്തൊക്കെ നിരാകരിച്ചോ അതിലേക്കുള്ള യാത്രയാകരുത്, മറിച്ച് അവൻ എന്ത് സ്വീകരിച്ചോ അതിലേക്കുള്ള യാത്രയാണ് നമ്മുടെ യാത്ര. അവൻ സ്വീകരിച്ച നിന്ദകളിലേക്കും അവൻ സ്വീകരിച്ച പരിഹാസങ്ങളിലേക്കും അവൻ സ്വീകരിച്ചതായ കുരിശിലേക്കും അവൻ ഏറ്റെടുത്തതായ ദൗത്യത്തിലേക്കുമാണ് അവൻ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിത യാത്രയിൽ കർത്താവിനോടൊപ്പമാണ് എന്ന് നാം വിശ്വസിക്കുമ്പോൾ, കർത്താവിനോടൊപ്പമാണ് നാം എന്ന് ഏറ്റുപറയുമ്പോൾ, അത് കർത്താവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നതിനുള്ള ക്ഷണമാണ് എന്നുകൂടെ നാം ഓർക്കണം. ഇവിടെ ശിഷ്യന്മാരുടെ ലക്ഷ്യം തെറ്റിയതായ ഒരു യാത്ര, യെരുശലേമിനെ വിട്ട് എമ്മോസിൽ എന്ത് കാത്തിരിക്കുന്നു അതിലേക്കുള്ള ഒരു യാത്ര. എന്നാൽ യെരുശലേമിൽ എന്നെ കാത്തിരിക്കുന്ന ഗുരു കടന്നുപോയതായ തീഷ്ണമായ അനുഭവങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ഒരുക്കലാണ്, എന്നെ രൂപപ്പെടുത്തുന്നതാണ് ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മളെ ശക്തീകരിക്കേണ്ടത്. അപ്പോൾ ലക്ഷ്യം തെറ്റിയതായ യാത്രയല്ല നമുക്ക് ആവശ്യം, മറിച്ച് ഈ രക്ഷകന് ഈ സമൂഹം നൽകിയ എന്താണോ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും ഒരുക്കുന്ന അനുഭവമാണ് ഈ ക്രിസ്തുവിനോട് കൂടെയുള്ളതായ നമ്മുടെ അനുഭവം, ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള നമ്മുടെ കണ്ടുമുട്ടൽ എന്ന് നാം ഓർക്കണം. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് കാണുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ചേർന്ന് നടക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത ശിഷ്യന്മാർ, ചേർന്ന് നടക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ തിരിച്ചറിയാത്തതായ ശിഷ്യന്മാർ, അക്കംപനിയിങ് ക്രൈസ്റ്റ്, ചേർന്ന് നടക്കുന്നതായ ക്രിസ്തു. അവിടെ ഇപ്രകാരം വായിക്കാനായിട്ട് സാധിക്കുന്നു. 15-ാമത്തെ വാക്യത്തിലേക്ക്, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. യേശു താനും അവരോട് അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിത യാത്രയിൽ നാം ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവരാണ്, ക്രിസ്തു നമ്മോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഞാനും നിങ്ങളും പറയാറുണ്ട്, ഞാൻ യേശുവിനോട് കൂടെയാണ്, അല്ലെങ്കിൽ യേശു എന്നോട് കൂടെയാണ്. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കുമോ, ഞാൻ ഈ യേശുവിനോട് കൂടെ ചേർന്ന് നടക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ അതിനെ പ്രഖ്യാപിക്കുവാനായിട്ട്, ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ വിശ്വസിക്കുവാൻ കഴിയാത്തതായ ശിഷ്യന്മാർ, വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ യെരുശലേം വിട്ട് പോവുകയില്ലായിരുന്നു. ഈ ഉയർപ്പിന്റെ സന്തോഷത്തെ ഉൾക്കൊള്ളുവാനായിട്ട് അവർ കഴിയുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അവിടെ അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അവർ വാടിയ മുഖത്തോടെ നിന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ പോയി അവനെ അവിടെ കണ്ടില്ല. അങ്ങനെ വാടിയ മുഖത്തോടുകൂടി അവന്റെ ഈ ഉയർപ്പിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയാതെ അവരിയ്ക്കുകയാണ്. അവരോട് കൂടെ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവരോട് ചേർന്ന് നടന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു അവർക്ക്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തുവിനെ ഞാനും നിങ്ങളും തിരിച്ചറിയുന്നില്ല. നമ്മോട് കൂടെ ചേർന്ന് നടക്കുന്ന ക്രിസ്തുവിനെ പലപ്പോഴും ക്രിസ്തു എന്നോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പക്ഷേ എന്നോട് കൂടെയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്രകാരം ഒരു വാടിയ മുഖത്തോടു കൂടി നിൽക്കേണ്ട ആവശ്യം അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഏറ്റവും വേദനാജനകമായ വസ്തുതകളിൽ ഒന്നാണ് തിരിച്ചറിയപ്പെടാതെ പോകുക എന്നുള്ളത്, അല്ലെ? നമ്മുടെയൊക്കെ ഒരു സങ്കടമാണ്. എന്നെ ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, എന്നെ ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ 3.5 വർഷക്കാലം ഇവരെ കൊണ്ടു നടന്ന്, ഇവരോട് കൂടെയായിരുന്ന, ഇവരോടുകൂടെ ഭക്ഷിച്ച്, ഇവരോടുകൂടെ ഉറങ്ങി, ഇവരോടുകൂടെ ജീവിച്ചതായ യേശുക്രിസ്തുവിനെ ഈ ശിഷ്യന്മാർ തിരിച്ചറിയാതെ പോകുമ്പോൾ എന്തുമാത്രം പ്രയാസമായിരിക്കാം ഈ ക്രിസ്തു അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും യേശുവിനോട് കൂടെയാണെന്ന് പറയുമ്പോഴും യേശുവിനെ എന്റെ ജീവിതത്തിൽ തിരിച്ചറിയാതെ പോകുമ്പോൾ എന്റെ യേശു എന്തുമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്.
എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാർക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയത്? യേശുവിന്റെ ഭാഷ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കുവാൻ, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനുള്ള ഉപാധി എന്ന് പറയുന്നത്, എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതായ മുഖാന്തരം എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്ന ഭാഷയാണ്. ഭാഷ എന്ന് പറയുന്നത് കേവലം വാക്കുകൾ മാത്രമല്ല. ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടാകാം, പല ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് കേവലമായ വാക്ക് മാത്രമല്ല, മറിച്ച് യേശുവിനെ ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ പോകുമ്പോൾ, അവന്റെ ഭാഷ മനസ്സിലാകാതെ പോകുമ്പോൾ എന്താണത്? ഭാഷയ്ക്ക് 2-3 തലങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കാം. ഒന്ന്, ദേ തിങ്ക് ഡിഫറently. കർത്താവായ യേശു ക്രിസ്തു ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാനായിട്ട് ഈ ശിഷ്യന്മാർക്ക് കഴിയാതെ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ ഈ ശിഷ്യന്മാർക്ക് കഴിയാതെ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ ഈ ശിഷ്യന്മാർക്ക് കഴിയാതെ പോകുന്നു. അപ്പോ കർത്താവ് ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാൻ, കർത്താവ് സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ, കർത്താവ് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുമ്പോൾ അവരുടെ ഭാഷ മനസ്സിലാകാതെ പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭാഷ മനസ്സിലാകാതെ പോകുന്നു, ക്രിസ്തു തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതയാത്രയിലും ക്രിസ്തു എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ, അത് സ്കൂളുകളിലാകാം, അടുക്കളയിലാകാം, വിദ്യാഭ്യാസ മേഖലകളിലാകാം, എന്റെ ജോലിയുടെ മേഖലകളിലാകാം, ക്രിസ്തു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ, ക്രിസ്തു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുവാൻ, ക്രിസ്തു സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ എന്റെയും ക്രിസ്തുവിന്റെയും ഭാഷ ഒന്നാണ്. ഇല്ലെങ്കിൽ എന്റെയും ക്രിസ്തുവിന്റെയും ഭാഷ 2ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഭാഷയിലേക്ക് മടങ്ങിച്ചെന്ന് അവനെ മനസ്സിലാക്കുവാൻ, അവനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അവനെ തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു. അവനെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു. ആരാ കണ്ണുകൾ നിരോധിച്ചത്? ക്രിസ്തു ആണോ അവരുടെ കണ്ണുകൾ നിരോധിച്ചത്? പല ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തു അല്ല അവരുടെ കണ്ണുകൾ നിരോധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഈ 2 ഭാഗങ്ങൾക്കിടയ്ക്ക്, ഒന്ന് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് പറയുന്ന വേദഭാഗത്തിനും അവരുടെ കണ്ണ് തുറന്നു എന്ന് പറയുന്ന വേദഭാഗത്തിനും ഇടയിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ കണ്ണ് തുറക്കാൻ എന്തൊക്കെയാണ് അവർ ചെയ്തത്, അല്ലെങ്കിൽ ക്രിസ്തു ചെയ്തത് എന്ന് നമുക്ക് നോക്കിയാൽ മതി. അവിടെ നമുക്ക് മനസ്സിലാകും ഈ കാര്യങ്ങളിൽ നിന്നും അവരകന്നു നിന്നത് കൊണ്ടാണ് അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയത്, അവർ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. ഒന്ന്, അവർക്ക് ഈ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ നിന്നും അവര് മാറിയാകുന്നു. ക്രിസ്തു എന്താണ് അവരെ പഠിപ്പിച്ചതെന്ന് അവർ മറന്നുപോയി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ യേശു ക്രിസ്തു അവർക്ക് നൽകിയതായ പാഠങ്ങൾ അവർ മറന്നുപോയി. 2, കർത്താവ് തന്നെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രവാചകന്മാർ, മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറന്നുപോയി. അതായത് അവർ വചനത്തിൽ നിന്നും മാറി അകന്നുപോയി. ഏറ്റവും അവസാനമായി അവർ ഈ തുറക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിവുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അത് കർത്താവ് അപ്പം നുറുക്കിയപ്പോൾ, അപ്പം അനുഗ്രഹിച്ചപ്പോൾ. അതുവരെ അവർക്ക് അവനൊരു വഴിപോക്കനായി, അല്ലെ? അവനൊരു വഴിപോക്കനായിട്ടാണ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വഴിപോക്കിൽ നിന്നും അപ്പം നുറുക്കിയപ്പോൾ അവര് ഒരു കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുക. വഴിപോക്കനായ ഈ മനുഷ്യനിൽ നിന്നും ഈ അപ്പം മുറുക്കുന്ന അനുഭവത്തിൽ, ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിയാതിരിക്കാൻ അവർക്ക് കഴിയാതെ പോയത് ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിൽ നിന്ന് അവർ മാറിപ്പോയി. 2, ഈ വേദത്തിൽ നിന്നും, അല്ലെങ്കിൽ മോശയും പ്രവാചകന്മാരും എന്ന് പറയുന്ന വേർഡ് ഓഫ് ഗോഡ്, അതിൽ നിന്നും അവർ മാറിപ്പോയി. 3, കർത്താവായ യേശു ക്രിസ്തു നൽകിയതായ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിന്നും അവർ മാറിപ്പോയി. അവര് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിലേക്കും ഈ മോശയിലേക്കും പ്രവാചകന്റെ അല്ലെങ്കിൽ വേർഡ് ഓഫ് ഗോഡിലേക്കും അതുപോലെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കും മടങ്ങി വന്നപ്പോൾ, ഉറുക്കപ്പെടുന്ന അനുഭവത്തിന്റെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിലും നമുക്ക് നമ്മോട് കൂടെയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ക്രിസ്തു അവനെ തിരിച്ചറിയുവാൻ നമുക്ക് നൽകിയതായ ഭാഷയുടെ ഏകങ്ങളിലേക്ക്, അളവുകളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ ഈ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ ഈ സമൂഹവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, ഈ വിശ്വാസ സമൂഹവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം ഇവിടെ നിൽക്കുന്നു. വേദപുസ്തകവുമായുള്ള ബന്ധത്തിൽ നാം ഇവിടെ നിൽക്കുന്നു. ക്രിസ്തു നമുക്ക് നൽകിയതായ പാഠങ്ങൾ, പഠിപ്പിക്കലുകളിൽ നാം ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം എന്റെ കണ്ണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഈ
ഈ വചനചിന്തകൾ അവനിലേക്ക് മടങ്ങുന്ന, അവനെ തിരിച്ചറിയുന്ന അനുഭവമാകണം. അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാനായിട്ട്, അവൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാനായിട്ട്, അവൻ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു സമർപ്പണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഒപ്പമുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഈ ശിഷ്യന്മാർ നമുക്ക് ഒരു വലിയ പാഠമാണ്, നമുക്കൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഞാൻ കാലങ്ങളായി ക്രിസ്തുവിനോട് കൂടെയാണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥമായി ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട്, ക്രിസ്തുവിന്റെ ഭാഷ മനസ്സിലാക്കുവാനായിട്ട്, അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാൻ, അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ, അവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവന്റെ പഠിപ്പിക്കലുകളിലേക്ക്, അവൻ നമുക്ക് നൽകിയതായ പാഠങ്ങളിലേക്ക്, വേദപുസ്തകത്തിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, അവൻ അപ്പം നുറുക്കി നൽകുന്നതായ കൂട്ടായ്മയുടെ മേശയുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയാകണം. അവിടെയാണ് എന്നോട് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട്, അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞതിന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു. അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. റീഡിഫൈൻഡ് ആൻഡ് റീഡിസ്കവേർഡ് ഡെസ്റ്റിനേഷൻ. നാം പോകുന്നതായ ദിശ, നാം പോകുന്നതായ വഴി തെറ്റാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായപ്പോൾ അവർ മടങ്ങി യെരൂശലേമിലേക്ക് പോയി. അവർക്ക് ബോധ്യമുണ്ടായിരുന്നു, യെരൂശലേമിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് നിന്നയാണ്, യെരൂശലേമിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് പരിഹാസമാണ്, യെരൂശലേമിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് കുരിശുമരണമാണ്. പക്ഷേ സന്തോഷത്തോടുകൂടി യെരൂശലേമിലേക്ക് മടങ്ങുന്ന ശിഷ്യന്മാരെയാണ് നാം കാണുന്നത്. പ്രഭാതമാകട്ടെ എന്ന് കരുതി കാത്തിരുന്ന ശിഷ്യന്മാരെ നമുക്കവിടെ കാണുന്നത്. മറിച്ച് ആ നാഴികയിൽ തന്നെ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ആ നാഴികയിൽ തന്നെ, തിരിച്ചറിവുണ്ടായ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിൽ തങ്ങളെ കാത്തിരിക്കുന്ന ദൗത്യ പൂർത്തീകരണത്തിലേക്ക്, കുരിശിലേക്ക് അവര് നടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ വേദഭാഗത്ത് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവോട് പറയുകയാണ്, അവരോട് കൂടെ ചേർന്ന് നടന്നു, അവരോട് കൂടെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരപ്പം നുറുക്കി യേശുവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശു അപ്രത്യക്ഷനായി. യേശുവാണ് എന്ന് ഈ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞ മാത്രയിൽ അവരിൽ നിന്നും അപ്രത്യക്ഷനാകുന്ന യേശു. എന്താണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗം. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ പിന്നീട് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സന്തോഷത്തിന്റെ വ്യാപ്തിയിലേക്കും കൂടുതൽ നേരമൊന്നും യേശുവിനോട് കൂടെ ഇരുന്നില്ല. അവർ തിരിച്ചറിഞ്ഞ മാത്രയിൽ യേശു അവരെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, യേശുവിനറിയാം ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ ഇനി ഇത് മതി എന്റെ ഈ മക്കൾക്ക് ജീവിക്കാൻ എന്നുള്ള തിരിച്ചറിവ് യേശുവിനുണ്ട്. അതുകൊണ്ട് യേശു ആരാണ് എന്ന് ഹൃദയപൂർവ്വം ഈ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞ നിമിഷം അവർക്ക് യേശുവിന്റെ ഫിസിക്കൽ പ്രസൻസ് നഷ്ടമാകുക. പക്ഷേ അവര് യേശു നൽകിയ ദൗത്യത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോകും. അവർ തിരിച്ചറിഞ്ഞ മാത്രയിൽ യേശു അപ്രത്യക്ഷമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണ് യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത്? എന്റെ കുതറലുകളിൽ, എന്റെ പ്രയാസങ്ങളിൽ, എന്റെ നൊമ്പരങ്ങളിൽ അവൻ എന്നോട് ചേർന്നിരിക്കുകയാണ്. ഞാൻ അവന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്ന മാത്രയിൽ ഇനി അവൻ വസിക്കുന്നത് എന്റെ ഭൗതികമായ ഇടങ്ങളിലല്ല, മറിച്ച് അവൻ വസിക്കുന്നത് എന്റെ ഉള്ളിലാണ്. ഈ ശിഷ്യന്മാർ അവന്റെ ഭൗതികമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മാത്രയിൽ യേശു അപ്രത്യക്ഷമായി എന്ന് വേദഭാഗം നമ്മളെ ഓർപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ഇനി യേശു ഉള്ളത് അവരുടെ ഉള്ളിലാണ്. ഇനി യേശു വളരുന്നത് അവരുടെ ഉള്ളിലാണ്. അവരിനി ക്രിസ്തുവിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെയെങ്കിൽ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിഞ്ഞതായ നമ്മുടെ ജീവിതയാത്രയിൽ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന് സ്ഥാനം എന്ന് പറയുന്നത് ഇനി എന്റെ ഉള്ളിലാണ്. അവൻ വളരുന്നത് എന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അവനെ തിരിച്ചറിയുവാൻ, അവൻ എന്റെ ഉള്ളിൽ വളരുവാൻ, അവന് വേണ്ടി യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിന്റെ ഭാഷ സംസാരിക്കുവാൻ ഈ ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുന്ന കർത്താവ് അവർക്ക് ഭൗതികമായ സാന്നിധ്യം നഷ്ടമാകുമെങ്കിലും ആ യേശുവിന്റെ സാന്നിധ്യ ബോധ്യത്തിൽ നിറയുവാനും വളരുവാനും തന്റെ ദൗത്യം ഏറ്റെടുക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഫിലിപ്പിയർക്ക് ലേഖനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ജീവിതം സാധ്യമായി തീരുന്നത്, എങ്ങനെയാണ് കർത്താവിലുള്ളതായ ഈ ജീവിതം സാധ്യമായിട്ട് തീരുന്നതെന്ന് നമ്മൾ ഇന്ന് രണ്ടാം പാഠമായി വായിച്ച ഫിലിപ്പിയർക്ക് ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. ഇനി അപ്പോസ്തലൻ പറയുകയാണ് 8-ാമത്തെ വാക്യം, അത്രയുമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു.
ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. എമ്മോസിലേക്ക് ശിഷ്യന്മാർ എന്തിനു പോയി എന്നുള്ളത് ഇനി പ്രസക്തമല്ല. എന്ത് നേടാനായിട്ട് അവർ പോയി എന്ന് പറഞ്ഞാലും, എന്തിനു വേണ്ടിയാണ് അവർ യാത്ര പുറപ്പെട്ടതെന്ന് പറഞ്ഞാലും, യേശുവിനെ തിരിച്ചറിഞ്ഞ മാത്രയിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിഞ്ഞ മാത്രയിൽ അവർ തിരികെ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെയുള്ള ഞങ്ങളുടെ ദൗത്യം ഏറ്റെടുക്കാൻ. എമ്മോസിൽ ഞങ്ങളെ കാത്തിരുന്നത് എന്താണെന്ന് പറഞ്ഞാലും, എത്ര ശ്രേഷ്ഠമെന്ന് പറഞ്ഞാലും, പൗലോസിന്റെ ഭാഷയിൽ ഇനി ഞാൻ സകലവും ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. ക്രിസ്തുവിനോടുകൂടെ കഷ്ടമനുഭവിക്കാനുള്ള സമർപ്പണത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതായി ശിഷ്യന്മാർക്ക് തങ്ങളുടെ ഭൗതികമായ യാത്രയിൽ മുൻപിൽ കാത്തിരുന്നതൊക്കെയും ചപ്പെന്നും ചവറെന്നും എണ്ണുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിൽ നിന്നും മാറി അകന്നാണ് ഞാനും നിങ്ങൾ നടന്നു പോകുന്നതെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഉന്നം വെച്ചാണ് ഞാനും നിങ്ങൾ നടന്നു പോകുന്നതെങ്കിൽ, അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് പരാജയമായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ക്രിസ്തുവിനെ കൂടാതെയുള്ള അധ്വാനങ്ങളൊക്കെയും പരാജയമാണ്. ഇവിടെ ഈ ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തു അവന്റെ ഭാഷ വെളിവാക്കി കൊടുക്കുമ്പോൾ, അവന്റെ ഭാഷ തിരിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ ഭാഷ മനസ്സിലാക്കുന്നതായ ശിഷ്യന്മാർ അവർ യേശുവിനെ തിരിച്ചറിയുന്നു. അവർക്ക് യേശുവിന്റെ ഭൗതികമായ സാന്നിധ്യം അവിടെ നഷ്ടപ്പെടുകയാണ്. പക്ഷേ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചതായ അവര് എവിടേക്ക് മടങ്ങിപ്പോകുന്നു? യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. തങ്ങളുടെ ദൗത്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലവും ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസയാത്ര എന്തിനു വേണ്ടിയാണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ച് അറിയുവാനായിട്ട്. In order that I may attain to the resurrection from the dead, മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുന്നതിന് വേണ്ടി, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും പ്രാപിക്കുന്ന ഇതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം സകലവും ഉപേക്ഷിച്ച് ചപ്പെന്നും ചവറെന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് തെറ്റായ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ ടൈം ടു റീഡിഫൈൻ അവർ ഡെസ്റ്റിനേഷൻ. ഈ ശിഷ്യന്മാർ യെരുശലേമിനെ ഉപേക്ഷിച്ച് എമ്മോസിലേക്ക് പോയവരാ. എന്നാൽ ഇതാ ഈ രാത്രിയിൽ തന്നെ, രാത്രിയിൽ ഞങ്ങളുടെ വഴികളിൽ കാത്തിരിക്കുന്ന പ്രതിബന്ധങ്ങളൊന്നും അവർക്ക് വിഷയമല്ല. അവർ പറയുന്നു, 7 നാഴിക അപ്പുറമുള്ള യെരുശലേമിൽ ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്ന ക്രിസ്താനുഭവങ്ങളിലേക്ക്, ക്രിസ്തുവിന്റെ കഷ്ടതയുടെ കൂട്ടുകാരാകുന്ന അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഈ ശിഷ്യന്മാർ. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള നമ്മുടെ കണ്ടുമുട്ടൽ, അവർ എൻകൗണ്ടർ വിത്ത് റിസൺ ലോർഡ്, ഈ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ കൂട്ടിമുട്ടൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തുകയാണ്. ഒരു ഡോക്ടറലായിട്ടുള്ളൊരു ബലപ്പെടുത്തലല്ല, തത്വപരമായിട്ടുള്ളൊരു ബലപ്പെടുത്തല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഡെയിലി ലൈഫ്, അവിടെ ഈ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട്, ക്രിസ്തു ഇടപെടുവാനായിട്ട് നമുക്ക് ഇടയാകണം. നമ്മളൊക്കെ ഒരുപക്ഷെ ലക്ഷ്യം തെറ്റിയതായ യാത്രയിലായിരിക്കാം. ഈ ശിഷ്യന്മാരെ പോലെ യെരുശലേമിലെ നൊമ്പരങ്ങളെ ഭയന്ന്, യെരുശലേമിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന തിക്താനുഭവങ്ങളെ ഭയന്ന് മാറിപ്പോകുന്നവരായിരിക്കാം. ഒരു പക്ഷേ എന്തിനു വേണ്ടിയുള്ള യാത്രയെന്ന് വ്യക്തമല്ല. പ്രയാസത്തിലായിരിക്കാം, വാടിയ മുഖത്തോടുകൂടെ ആയിരിക്കാം, വലിയ വലിയ നൊമ്പരങ്ങളിലായിരിക്കാം. എങ്കിലും യെരുശലേം വിട്ട് എമ്മോസിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങൾ ഓർക്കേണ്ടതായ വസ്തുതയുണ്ട്. ഞാൻ ഈ നിമിഷം എവിടെയായിരിക്കണമെന്ന് എന്റെ പിതാവ് ആഗ്രഹിക്കുന്നു. അവിടെ ആയിരിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അതിൽ നിന്ന് ഞാൻ മാറിപ്പോകുമ്പോൾ അത് പാപമാണ്. അതുകൊണ്ട് ലക്ഷ്യം തെറ്റിയതായ യാത്രയുടെ ഭാഗമായി തീരാനല്ല ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. യെരുശലേമിലെ അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാനാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്. 2, ചേർന്ന് നടക്കുന്ന ക്രിസ്തു. എന്റെ എല്ലാ പാളിപ്പോകലുകൾക്കും ശേഷവും, എന്റെ എല്ലാ ഉപേക്ഷിക്കലുകൾക്കും ശേഷവും അവൻ നമ്മെ തേടി വരുന്നു. ഈ യെരുശലേമിലെ അനുഭവങ്ങളെ ഒഴിവാക്കി കടന്നു പോകുന്ന ഈ ശിഷ്യന്മാരെ തള്ളിക്കളയുന്ന ക്രിസ്തു അല്ല, മറിച്ച്
അവരോട് ചേർന്ന് നടക്കുന്നതായ ക്രിസ്തു. അവർക്ക് പക്ഷേ ഈ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാനും നിങ്ങളും നാളുകളായി യേശുവിനോട് കൂടെയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ അവന്റെ ഭാഷ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അവന്റെ ഭാഷ എന്ന് പറയുന്നത് അവൻ ചിന്തിക്കുന്നതാണ്, അവൻ സംസാരിക്കുന്നതാണ്, അവൻ പ്രവർത്തിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ഭാഷ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ, അവൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ, അവൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. വേദഭാഗത്ത് പറയുന്നത് പോലെ അവനെ കാണാതെ വണ്ണം അവരുടെ കാഴ്ച നിരോധിച്ചിരുന്നു. എന്തുകൊണ്ടായിരുന്നു? എങ്ങനെയാണ് കർത്താവ് അവർക്ക് കാഴ്ച മടക്കി കൊടുത്തത്? ഒന്ന്, അവന്റെ പഠിപ്പിക്കലുകളിലേക്ക് അവരെ മടക്കി കൊണ്ടുവന്നു. രണ്ട്, മോശയും പ്രവാചകന്മാരും പറയുന്നത് വിശ്വസിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. വേദപുസ്തകത്തിലേക്ക്, വേർഡ് ഓഫ് ഗോഡിലേക്ക് അവരെ മടക്കി കൊണ്ടുവന്നു. ഏറ്റവും ഒടുവിലായി അവർക്ക് നൽകിയതായ, നുറുക്കി നൽകിയതായ അപ്പത്തിന്റെ അനുഭവം, കൂട്ടായ്മയിലേക്കുള്ളതായ ക്ഷണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും ഈ ക്രിസ്തുവിൽ നിന്ന് മാറി അകന്നു നടന്നു പോവുകയാണെങ്കിൽ അവന്റെ പഠിപ്പിക്കലുകളിലേക്ക്, ഈ വേദപുസ്തകത്തിലേക്ക്, ഈ പ്രാർത്ഥനയിലേക്ക്, ഈ അൾത്താരയിലേക്ക് മടങ്ങി വരാനുള്ള നേരമായിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞതായ ഈ ശിഷ്യന്മാർ, അവര് ആ രാത്രിയിൽ തന്നെ എമ്മോസിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും. എ റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ ഓർ റീഡിസ്കവേർഡ് ഡെസ്റ്റിനേഷൻ, തിരികെ പിടിച്ചതായ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ആ വേദഭാഗത്ത് വളരെ വളരെ സന്തോഷത്തോടെ ഓർക്കേണ്ടതായ വസ്തുതയാണ്. അവർക്ക് യേശുവാണ് തിരിച്ചറിഞ്ഞ മാത്രയിൽ യേശുവിന്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇനി യേശുവിന്റെ സാന്നിധ്യം അവർക്ക് അവരോട് കൂടെ അങ്ങനൊരു സാന്നിധ്യമല്ല, മറിച്ച് ഇനി അവരുടെ ഉള്ളിലെ സാന്നിധ്യമാണ്. അവരോട് കൂടെ ഇരുന്ന് യേശുവിലേക്ക് വളരുന്നതായ അനുഭവമാണ് ഇനി അവരുടെ ജീവിതയാത്രയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അവർക്ക് വിശ്രമമില്ല. എമ്മോസിലെ രാത്രി വാർക്കുന്ന അനുഭവത്തിൽ നിന്നും അവര് യെരൂശലേമിലേക്ക് പോവുകയാണ്. പുതിയ പ്രഭാതം അവർ യെരൂശലേമിൽ അവരെ കാത്തിരിക്കുന്നു. അവിടെ അവന്റെ ദൗത്യങ്ങൾ അവരെ കാത്തിരിക്കുന്നു. നിന്നയാണ്, പരിഹാസമാണ്, കുരിശുമരണമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പുതിയതായി റീഡിഫൈൻഡ് ആയിട്ടുള്ള ഈ യാത്രയിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്കിടയാകണം. ആ ഡെസ്റ്റിനേഷനിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്കിടയാകണം. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവാദയത്തിനും പുത്രനാദയത്തിനും പരിശുദ്ധാത്മാവാദയത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവരുടെ പേരുകൾ വായിക്കട്ടെ. മിസ് ജിത മിറിയം ജോൺ, ബെൻസി ജോൺ, മറിയാമ അലക്സ്, ഷൈല ജോർജ്, ശോശാമ സാമുവൽ, സുനിൽ തോമസ്, മിസ്റ്റർ ആഡിത് ഈപ്പൻ കുര്യൻ, മിസ്സസ് ബീന മാത്യു, മേരി ജോർജ്, മേഴ്സി ഡേവിഡ്, ജേക്കബ് സാമുവൽ, ശ്രുതി മേരി ജോർജ്, ലളിത മാത്യു, റീബ വിജു, സ്റ്റെല്ല ജസ് വർഗീസ്, യൂനിസ് വിക്ടർ, നെയ്തൻ ജോൺസ്, രഞ്ജിത മറിയം മാത്യൂസ്, ലീല ജോൺ, വർക്കി ടി എ, മാത്യു ജേക്കബ്, റോഷൻ കെ തോമസ്, ആനി തോമസ്, ആനി വർഗീസ്, രാജമ്മ ജോസഫ്, തമര ഫിലിപ്പ്, ആരൺ ശ്രേയസ് അർക്കുണ്ടൻ, ഏഞ്ചലിൻ അന്ന ജോർജ്. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ മിസ്റ്റർ ആൻഡ് മിസ്സസ് നിഷാന്ത് തോമസ് ചാക്കോ ആൻഡ് ആൻ തോമസ് ചാക്കോ, മിസ്റ്റർ ബിഞ്ചു ഉമ്മൻ എബ്രഹാം ആൻഡ് മിസ് ജയ ബിഞ്ചു ഉമ്മൻ, അരുൺ ഷിർവാർക്കർ ആൻഡ് ഡോക്ടർ ആനി ഷിർവാർക്കർ, മിസ്റ്റർ ജോൺ വർഗീസ് ആൻഡ് ഷേർലി വർഗീസ്, മിസ്റ്റർ വിക്ടർ ജേക്കബ് ആൻഡ് യൂനിസ് വിക്ടർ, മിസ്റ്റർ വർഗീസ് കെ എം ആൻഡ് ബെല്ല വർഗീസ്,
Mr. Mathai K. Akama Mathai, Mr. George Philip Stephen and Salim Anna George, Mr. Thomas Matthew and Shana Sarah Thomas, Isaac Matthew and Lisa Isaac, Mr. Matthew Katie and Susan Matthew. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ നാളുകളെ ദൈർഘ്യമാക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ജന്മദിനം ആഘോഷിച്ചവരും വിവാഹ വാർഷികം ആഘോഷിച്ചവരും കർത്താവേ, ആ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ജീവിതത്തിൽ ഒരു വർഷം കൂടി കാണുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിച്ച വിധങ്ങൾക്കായി നന്ദി കരയറ്റുന്നു. കർത്താവെ, ദേവാലയങ്ങളിൽ കടന്നു വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഭവനങ്ങളിൽ കർത്താവെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവമായ കർത്താവെ അവരുടെ സമർപ്പണത്തെ അങ്ങ് മാനിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ കർത്താവെ അങ്ങ് വഴി നടത്തി പരിപാലിച്ചു. ജനനം മുതൽ ഈ സമയം വരെ ദൈവത്തിന്റെ കരുതലും കാവലും ദൈവമൊക്കെ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയിട്ടുണ്ട്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് എത്ര അതിശയകരമായാണ് അങ്ങ് വഴി നടത്തിയതെന്ന് ഓർക്കുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഓരോ ദിവസവും ദൈവം നൽകുന്നതായ നന്മകളെ ഓർത്തുകൊണ്ട് ആ ദൈവത്തിന്റെ കീഴിൽ താണിരിപ്പാൻ തക്കവണ്ണം തുടർന്നും അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിന്റെ നന്മകളെ അനുഭവിച്ചവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പ്രവേശിച്ചിരിക്കുന്ന വർഷവും അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളായി തീരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള നാളുകളൊക്കെയും ദൈവകൃപയുടെ തണലിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അങ്ങ് ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ തലകണ വണക്കുമ്പോൾ കർത്താവെ, ആ പ്രാർത്ഥന സ്വീകരിച്ച് അങ്ങ് അനുഗ്രഹങ്ങളെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. സർവ്വ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയോടെ കേട്ട് ഉത്തരമരുമാറാകണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഏകാഗ്രമാക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ ഭവനങ്ങളിലെ യാഗപീഠങ്ങളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയാകുന്ന ധൂപം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ. യാഗപീഠത്തിൽ ഏറ്റവും നിർമ്മലമായതിനെ അർപ്പിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ അവന്റെ യാഗപീഠത്തിൽ നമുക്ക് അർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവെ, നിങ്ങളുടെ എല്ലാ ബലഹീനതകളോടും കൂടെ, നിങ്ങളുടെ എല്ലാ കുറവുകളോടും കൂടെ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ ഞങ്ങൾ നിന്റെ പാദപീഠത്തിലിരിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ വേദനകൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവേ, നിന്റെ പുത്രനെ നീ ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. നിന്റെ പുത്രന്റെ മഹാത്യാഗത്തെ ഓർത്തുകൊണ്ട് അവന്റെ പുണ്യാഹ രക്തത്തിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലിരിക്കുന്നതാണ്. ദൈവമായ കർത്താവേ, ഈ ലോകം കടന്നു പോകുന്നതായ വലിയ പ്രതിസന്ധിയും ഭാരവും നൊമ്പരവും നിനക്കറിവുള്ളതാണ് നാഥ. ദൈവമായ കർത്താവേ, ഈ ഹോളി ട്രിനിറ്റി ഇടവകയുടെ ഭാഗമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നാഥ നിന്റെ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. കർത്താവെ, കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി ഞങ്ങളുടെ ദേശം ഒരു ലോക്ക്ഡൌണിലൂടെ കടന്നുപോയി. 3ാം ഘട്ട ലോക്ക്ഡൌണിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു നാഥ. ഞങ്ങളെ അടഞ്ഞ ആരാധനാലയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ കർത്താവെ, ഞങ്ങൾക്ക് മുമ്പിൽ ലോകത്തിന്റെ വിവിധ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ കർത്താവ്, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ പണിതുണ്ടാക്കിയ യാഗപീഠങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളിതാ ഒരുക്കത്തോടെ, താഴ്മയോടെ, വിനയത്തോടെ നിന്റെ സന്നിധിയിൽ വന്ന് ഒരിക്കൽ കൂടെ ലോകത്തിന്റെ കണ്ണുനീരിനായി പ്രാർത്ഥിക്കുന്നു നാഥ.
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ചിന്തകൾക്ക് അതീതമായി, ഞങ്ങളുടെ മനസ്സിലാക്കലുകൾക്ക് അതീതമായി കർത്താവേ, ലോകത്തിന്റെ കണ്ണുനീരും പ്രയാസവും വർദ്ധിക്കുമ്പോൾ മനം തകർന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുന്നു നാഥ. ഞങ്ങളെ ഭരിക്കുന്നതായ ചിന്തകൾ നിരവധിയാണ് നാഥ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ മനസ്സിൽ നിറയുന്നതായ ഭാരങ്ങൾ അനവധിയാണ് നാഥ. ദൈവമേ, ഞങ്ങളുടെ ഭാരങ്ങളുമായി, പ്രയാസങ്ങളുമായി, ബുദ്ധിമുട്ടുകളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. ദൈവമായ കർത്താവേ, പരുക്കേറ്റതായ ലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. മുറിപ്പെട്ടതായ ലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഈ ലോകത്തിന്റെ മുറിവുകൾക്ക് ശാന്തിയും സമാധാനവും നിന്റെ മുറിവുകളിലെ തിരുരക്തമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമായ കർത്താവേ, മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് പരിമിതികളുണ്ട്, ശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്താൽ നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവെ, പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ ഞങ്ങളെ കരുതുന്ന അളവറ്റ നിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിറഞ്ഞ മിഴികളുമായിട്ട്, തകർന്ന ഹൃദയവുമായിട്ട് നാഥ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദാവീദ് പുത്രാ, കരുണയുണ്ടാകണമെന്ന് നിലവിളിച്ചതായ ബർത്തീമായുടെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ, അവന്റെ ഇരുട്ടിനെ അകറ്റിയതായ കർത്താവെ, ഈ ലോകത്തിന്റെ കണ്ണുനീരിന്റെ മധ്യേ, കർത്താവ്, ഈ ലോകത്തിന്റെ ഇരുളിന്റെ മധ്യേ കർത്താവിന്റെ പ്രകാശം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിന്റെ പരസ്യ ശുശ്രൂഷയിൽ നീ തൊട്ടവരും നിന്നെ തൊട്ടവരും കർത്താവെ സൗഖ്യമായി നിങ്ങൾ വായിക്കുന്നു. കർത്താവെ, നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പോലും സൗഖ്യം നിറഞ്ഞിരുന്നു എന്ന് ഞങ്ങൾ വായിച്ചറിയുന്നു. ദൈവമായ കർത്താവെ, വലിയ പ്രത്യാശയിൽ ഞങ്ങളിതാ നിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ ലോകത്തെ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹോളിച്ച് ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെന്നൈ മഹാനഗരത്തിൽ കർത്താവെ, കഴിഞ്ഞ 72 വർഷത്തിലധികമായി നീ ഞങ്ങളെ തിരഞ്ഞെടുത്ത സമൂഹമായി നിലനിർത്തിയല്ലോ. നിനക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. നന്ദിയോടെ സ്തോത്രം നാഥ. കർത്താവെ, ലോകം കടന്നു പോകുന്നതായ ഈ വൈതരണിയുടെ മധ്യേ, കർത്താവെ, ചെന്നൈ നഗരം കടന്നു പോകുന്നതായ ഈ പ്രയാസങ്ങളുടെ മധ്യേ, കർത്താവെ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മാലാഖമാരുടെ കാവൽ, നിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗങ്ങളിൽ ഭാരപ്പെടുന്നതൊക്കെയുണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിന്റെ കൊത്തൊരു ഭാരം മല്ലടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആശുപത്രികളിലായിരുന്നു, മടങ്ങി ഭവനത്തിലായിരുന്നു പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കരുണയും കൃപയും കാവലും പ്രിയപ്പെട്ടവയിൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ നിന്റെ കരങ്ങളിൽ തരുന്നു നാഥ. ദൈവമായ കർത്താവെ, ഈ മഹാമാരി ഞങ്ങളുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് കർത്താവെ വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ കർത്താവെ, നിന്റെ സാന്നിധ്യവും നിന്റെ കാവലും കൊണ്ട് അവരോരോരുത്തരെയും അവിടുന്ന് മുദ്രയിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. അവരെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പലവിധ പ്രയാസങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഭവനങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ്, ഈ ദിവസങ്ങളിൽ വലിയ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാഥ. കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയിൽ അവിടുന്ന് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് വിവാഹത്തിന്റെ ക്രമീകരണങ്ങളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ്, വിവാഹത്തിന്റെ നാളുകളൊക്കെ മാറ്റിവെക്കേണ്ടതായി വന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അവിടുത്തെ ഹിതം പോലെ അവിടുന്ന് ഇടപെട്ട് ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പല കുഞ്ഞുങ്ങൾ കർത്താവെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ദൈവമായ കർത്താവെ, യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, അമേരിക്കയിലുള്ള ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവ്, ഗൾഫ് രാജ്യങ്ങളിലുള്ള ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവമായ കർത്താവ്, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവ്, പഠനത്തിന് വേണ്ടി കടന്നു പോയിരിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി കടന്നു പോയിരിക്കുന്നവരുണ്ട്. ദൈവമായ കർത്താവ്, കുടുംബമായിട്ട് താമസമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, അതിലും അധികമായിട്ട് ഞങ്ങളുടെയൊക്കെ ബന്ധുമിത്രാദികൾ പലര് കർത്താവെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ പലരും കർത്താവെ ഈ മഹാമാരിയാൽ ബാധിതമായി
ആവശ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കർത്താവെ നഴ്സുമാർ, ഡോക്ടർമാർ, കർത്താവെ ഈ രോഗത്താൽ ബാധിതരായ പ്രിയപ്പെട്ടവർ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ലോകമെമ്പാടും ഈ മഹാമാരിയോട് പൊരുത്തുന്നതായ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ അവരുടെ ജീവന് പോലും ഭീഷണിയുള്ളപ്പോൾ കർത്താവെ മനുഷ്യവർഗത്തോടുള്ള കർത്താവെ അവരുടെ വലിയ കടപ്പാട്, അവരുടെ വലിയ സ്നേഹം ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ശുശ്രൂഷകളിലൂടെ അവർ നിവർത്തിക്കുമ്പോൾ ദൈവമായ കർത്താവെ അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ നിന്റെ സാന്നിധ്യം കർത്താവെ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരോടൊപ്പം കർത്താവെ അവർ ശുശ്രൂഷിക്കുന്നതായ ICUവിൽ കർത്താവെ അവർ പരിചരിക്കുന്നതായ വെന്റിലേറ്റർ രോഗികളോട് ഇടപെടുമ്പോഴൊക്കെ കർത്താവെ ദൈവമേ നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും നിന്റെ വിവേകവും പരിജ്ഞാനവും അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ അനേക കണ്ണുനീരോട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ലോകത്തിന്റെ സൗഖ്യത്തിന് മുഖാന്തരമാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഇതിനു ശേഷം ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ് നിങ്ങൾ അറിയുന്നില്ല. കർത്താവെ വിവിധങ്ങളായ പഠനങ്ങളുണ്ട്, ക്ഷാമം ഞങ്ങളെ കാത്തിരിക്കുന്നു. ദൈവമായ കർത്താവെ കെടുതികൾ ഞങ്ങളെ കാത്തിരിക്കുന്നു, സാമ്പത്തികമായ തകർച്ച ഞങ്ങളെ കാത്തിരിക്കുന്നു എന്നൊക്കെ ലോകം പറയുന്നു. ദൈവമായ കർത്താവെ നിന്നാൽ അസാധ്യമായത് ഒന്നുമില്ല. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് വിശ്വാസത്താൽ ഈ പ്രതിസന്ധി അതിജീവിപ്പാൻ സ്വർഗീയ പിതാവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ ദൈവമായ കർത്താവെ ലോകമെമ്പാടും ഇന്ന് ആരാധനയ്ക്ക് ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. കർത്താവെ പല ഭവനങ്ങളിൽ ഉയരുന്നതായ ആരാധനകൾ നിനക്ക് പ്രസാദകരമായി തീരുവാൻ സ്വർഗീയ പിതാവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നൊമ്പരങ്ങൾ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നതാ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ചുള്ളതായ പ്രാർത്ഥനകൾ, ഒരുമിച്ചുള്ളതായ ഇടപെടലുകൾ കർത്താവെ അനുഗ്രഹകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ 2 മാസത്തോളമായി ഞങ്ങൾ ആലയത്തിൽ പ്രവേശിച്ച് നിന്നെ ആരാധിച്ചിട്ട് ദൈവമായ കർത്താവെ നിന്നെ ആരാധിക്കുവാൻ നീ ഞങ്ങൾക്ക് ഒരുക്കുന്നതായ ദേവാലയത്തിൽ ഞങ്ങൾക്ക് ഒരുക്കുന്നതായ നിമിഷങ്ങൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവമായ കർത്താവെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ, സൗകര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ മടി കാണിച്ചു. എന്നാൽ കർത്താവെ ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്റെ ആലയത്തിൽ കടന്നു നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവെ നീ വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമായ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പണിയുന്നതായ ഈ പ്രാർത്ഥനയുടെ യാഗപീഠങ്ങളിൽ നിന്നും ഉയരുന്നതായ പ്രാർത്ഥനകൾ ദൈവമായ കർത്താവെ നിന്റെ സന്നിധിയിൽ അനുഗ്രഹത്തിന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലപ്പെടലിന് മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ നാട്ടില് മറ്റ് ഭാഗങ്ങളിലൊക്കെയുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ തരുന്ന നാഥ ദൈവമായ കർത്താവെ ഞങ്ങളോട് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഭക്ഷിക്കുവാൻ ആഹാരമുണ്ട്. ദൈവമായ കർത്താവെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ വസിക്കുവാൻ പാർപ്പിടമുണ്ട്. എന്നാൽ കർത്താവെ ഈ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളോട് പോലും കർത്താവെ ലഭ്യമല്ലാത്ത അനേക പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. ദൈവമായ കർത്താവെ ആ കാഴ്ചകൾ കാണുവാൻ, കർത്താവെ ആ കാഴ്ചകളിൽ മനസ്സറിയുവാൻ ദൈവമായ കർത്താവെ ഈ ദിവസങ്ങളിൽ ഞങ്ങളാലാവത് ഇടപെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമായ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് എത്തിക്കുന്നു. കർത്താവ് അടുത്തു പോകാതെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നാഥ ദൈവമായ കർത്താവെ ഇന്നയോളം നീ ഞങ്ങളെ കാത്ത ദൈവമാണ്. ഞാൻ കരഞ്ഞപ്പോൾ എന്നോട് കൂടെ ഇരുന്ന ദൈവമാണ്. എന്റെ പ്രയാസങ്ങളിൽ എന്നോട് കൂടെ ഇരുന്ന ദൈവമാണ്. ആ ദൈവത്തെ മറന്നു കളയാതെ അവന്റെ സന്നിധിയിൽ കർത്താവെ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നിലേക്ക് നോക്കി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മനോഭാരത്താൽ ഞാൻ തകർന്നു പോയപ്പോൾ, മനമുരുകി ഞാൻ കരഞ്ഞപ്പോൾ നീ ആയിരുന്നു എന്റെ ദൈവനാഥ. എന്റെ രോഗശയ്യയിൽ നീ ആയിരുന്നു എന്നോട് ചേർന്നിരുന്നത്. എന്റെ രോഗശയ്യ മാറ്റി വിരിച്ചത് നീയാണ്. ദൈവമായ കർത്താവെ ഘോരമായ വെയിലിന്റെ മധ്യത്തിലും ദൈവമായ കർത്താവെ വലിയ കൊടിയ ശാപങ്ങളുടെയും കൊടിയ പ്രവർത്തനങ്ങളുടെയും മധ്യത്തിലും എന്നെ താങ്ങി നടത്തിയ ദൈവം നീയാണ്. കർത്താവെ ഒരു നാളും നീ ഞങ്ങളെ ഉപേക്ഷിക്കില്ല. ദൈവമായ കർത്താവെ നീയാണ് ഞങ്ങളുടെ പ്രത്യാശ. നീ ഞങ്ങളെ കൈവിടില്ല. കർത്താവെ ആ നിന്റെ കരങ്ങളിലേക്ക്, ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടതായ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ഈ മുറിക്കപ്പെട്ടതായ ലോകത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരുക്കേറ്റതായ ലോകത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ
കരുണകൾക്കായി കാത്തിരിക്കുന്നു. കർത്താവെ, നീ പ്രവർത്തിക്കുവാൻ അമാന്തിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയുണ്ടാകണമേ, കർത്താവെ, കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് വലിയ ജനസമൂഹം കർത്താവെ നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ താണിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ചെവി അടച്ചു കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ തക്കവണ്ണം നിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല, പ്രവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ കൈ കുരുടിപ്പോയിട്ടുമില്ല. കർത്താവെ, ഈ ലോകത്തിനു മേൽ നിന്റെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിന്റെ മുറിവുകളുടെ മേൽ നിന്റെ ശാന്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന്റെ സമാധാനം ലോകത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ലോകത്തിന് സമാധാനം നൽകുവാൻ വന്നവനാണ് എന്ന് നീയാണ് കർത്താവെ പറഞ്ഞത്. ദൈവമായ കർത്താവെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ളത് നിന്റെ വാഗ്ദത്തമാണ് നാഥ. ദൈവമായ കർത്താവെ, ലോകാവസാനത്തോളം നിന്നോട് ചേർന്നിരിക്കാമെന്നുള്ളത് നിന്റെ വാഗ്ദത്തമാണ് നാഥ. ദൈവമായ കർത്താവെ, മനുഷ്യൻ വാക്കുമാറിയാൽ, ചുറ്റുപാടുകൾ തള്ളിക്കളഞ്ഞാൽ, ചുറ്റുപാടുകൾ ഞങ്ങളെ ഉപേക്ഷിച്ചാൽ, ഞങ്ങളെ ഉപേക്ഷിക്കാത്തതായ ദൈവം നീയാണ്. ഞങ്ങൾക്ക് വേണ്ടി വാക്കുപാലിക്കുന്ന ദൈവം നീയാണ്. കർത്താവെ, ആ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവെ, ബലഹീനരായ ഞങ്ങളില്ല കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി നിന്റെ സന്നിധിയിൽ ചേർന്നുവെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് മനസ്സറിയണമേ നാഥ, ഞങ്ങളോട് മനസ്സറിയണമേ നാഥ, ഞങ്ങളോട് കരുണ കാണിക്കണമേ നാഥ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും, എല്ലാ നൊമ്പരങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും, എല്ലാ ആകുലതകളെയും, എല്ലാ സംശയങ്ങളെയും കർത്താവിന്റെ സന്നിധി നമുക്ക് ഏൽപ്പിക്കാം. അവനാണ് നമ്മുടെ പരിഹാരകൻ, അവനാണ് നമ്മുടെ ഉത്തരം, അവനാണ് നമ്മുടെ സൗഖ്യം, അവനാണ് നമ്മുടെ അഭയം. നമ്മളെ പൂർണ്ണമായി കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ നൊമ്പരങ്ങളെയും നമ്മുടെ പ്രയാസങ്ങളെയും കർത്താവിന്റെ പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട്, ഇന്നയോളം എന്നെ കാത്തുപാലിച്ച ദൈവം ഇനിയും എന്നെ കാത്തു പരിപാലിക്കുവാൻ മതിയാവുന്ന വിശ്വാസത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ആവശ്യങ്ങൾ അറിയുന്നതായ ദൈവം, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതായ കർത്താവ്, എന്റെ മനോഭാരത്തെ അറിയുന്ന ദൈവം, ഞാൻ വേദനയാൽ തകർക്കപ്പെടുമ്പോൾ, എന്റെ മനസ്സൊരുകുമ്പോൾ എന്നെ ചേർത്തു പിടിക്കുന്ന എന്റെ കർത്താവിന്റെ സൗഖ്യം, രോഗശൈലിയിൽ ഞാൻ ഭാരപ്പെടുമ്പോൾ, ഇവനിനിയില്ല ഇവിടിനിയില്ല എന്ന് ചുറ്റുപാടുകൾ പറയുമ്പോൾ, ഇവിടെ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, നിന്റെ പ്രവർത്തനത്തിന്റെ സമയം ആരംഭിക്കുകയാണല്ലോ. മനമുരുകി ഞാൻ കരയുമ്പോൾ, എന്റെ കിടക്കക്കരികിൽ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന നിന്റെ സാന്നിധ്യം നന്ദി പറയുന്ന നാഥ. മനോഭാരത്താൽ ഞാൻ തകർന്ന ഉലഞ്ഞ ഇല്ലാതെ പോകുമ്പോൾ, എന്റെ ചോദ്യങ്ങളിലേക്കും എന്റെ സംശയങ്ങളിലേക്കും ഇറങ്ങി വരുന്ന എന്റെ കർത്താവ്, ഭർത്തിമാരുടെ കണ്ണുനീർ തുടച്ചതായ കർത്താവ്, തോമസിന്റെ സംശയത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്, അതൊരു നാള് കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഈ ലോകം അവന്റെ സൃഷ്ടിയാണ്, ഞാനും നിങ്ങളും അവന്റെ സ്വരൂപമാണ്. ഒരിക്കലും അവൻ നമ്മെ തള്ളിക്കളയും. നാളിതുവരെ അവനെ സംശയിച്ചു പോയെങ്കിൽ നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, ഇനി നിന്നെ സംശയിക്കില്ല. നീയാണെന്റെ അഭയം, നീയാണെന്റെ ആശ്രയം, നീയാണെന്റെ അനുഗ്രഹം. എന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ, എന്റെ പ്രയാസങ്ങളെ മാറ്റിവിടുന്നവൻ, എന്റെ രോഗക്കിടക്ക മാറ്റിവയ്ക്കുന്നവൻ. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ഒരു നിമിഷം മൗനമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ആകാശത്തിൻ കിളിവാതിൽ തുറന്നു എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന യേശു നല്ല ഇടയൻ,
ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന ഒരു മനസ്സോട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യേ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യും. വചനമയച്ച് ഞങ്ങളെ ബലപ്പെടുത്തുന്ന, വചനമയച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന, വചനത്താൽ ഞങ്ങളെ കരുതുന്ന നിന്റെ കരുണകൾക്കായി സ്തോത്രം. അവിടുത്തെ കരുണകളിലും കൃപകളിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവൻ നൽകി രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോനി ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല നന്മകളെ ഓർത്തുകൊണ്ട് പൊതുവിലുള്ളതായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, അയോഗ്യരാടിയാരോട് സകല മനുഷ്യരോട് നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റും മേലായ കർത്താവായ യേശുക്രിസ്തു ലോകത്തെ വീണ്ടെടുത്തൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഹൃദയങ്ങളുമായി കൂടാതെ നിന്നുള്ളവയായി തീരേണ്ടതിനും നിന്നെ സേവകളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിന്റെ മുമ്പാകെ നടന്ന് ഞങ്ങൾ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങൾ നടപ്പിലെ ഗുണസ്ഥിതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലങ്ങളെയും സക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ നിനക്ക് പരിശുദ്ധാത്മാവും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 3 വചനനാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ആഗ്രഹങ്ങളെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം പരലോകത്തിൽ ജീവനും ഞങ്ങൾക്ക് തരയണമേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ധൈര്യത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും വിശ്വാസത്തോടെ ആശീർവാദത്തെ കൈക്കൊള്ളും. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്ത ദൈവത്തിനുണ്ടായി എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ വിശുദ്ധ ആരാധന സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഭവനങ്ങളിൽ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഈ ദിവസങ്ങളിൽ നമ്മൾ ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ലോക്ക്ഡൌണിന്റെ ഒരു 3ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ നാമൊക്കെ ഭവനങ്ങളിലായിരുന്നു. ഈ ആഴ്ചയിൽ ഒരു ഇളവ് നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാൽ വീണ്ടും 2 ആഴ്ചയിലേക്ക് ലോക്ക്ഡൌണിലേക്ക് നമ്മുടെ ദേശം നീങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളും നമുക്ക് അത്രത്തോളം സന്തോഷകരമല്ല. പ്രത്യേകിച്ച് നിരവധി കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഭവനങ്ങളിൽ സ്വസ്ഥമായിരിക്കുക. പ്രത്യേകിച്ച് പ്രായമുള്ളവർ, കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ മരുന്നുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അവശ്യ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടുന്നുവെങ്കിൽ അത് അറിയിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അതുപോലെ ഓർപ്പിച്ചതുപോലെ അനേക ഇത്തരത്തിൽ തങ്ങളുടെ കൂട്ടുവിശ്വാസികളെ സഹായിക്കാനായിട്ട് തയ്യാറായി. അതോർത്ത് പ്രത്യേകമായിട്ട് നിങ്ങളുള്ള നന്ദി അറിയിക്കുക. തുടർന്നും അത്തരത്തിലുള്ള സഹകരണങ്ങൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഭവനങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും രൂപം ദൈവസ്ഥനിൽ ഉയർത്തുവാൻ തുടർന്നും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഒരുമിച്ചുള്ള കൂടിവരവ് ദേവാലയത്തിൽ സാധ്യമാകുന്നവരെയും ഇത്തരത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷകരമായ, പ്രത്യാശാനിർഭരമായ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരാഴ്ചവട്ടക്കാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.